ADGP MR അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ സാധ്യത. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട കണക്കുവാദവും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ സലീം. സലീം മാലിക്കിന് സാങ്കേതികമായി ചെറിയൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. സലീം മാലിക്കിന് നമ്മളുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. അല്പ നിമിഷങ്ങൾക്കകം ബന്ധം സ്ഥാപിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഈ DGPയുടെ നിർദ്ദേശമാണ് മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യാൻ പോകുന്നത്. മാത്രമല്ല, വിവാദമായിരിക്കുന്ന എസ്റ്റിമേറ്റ് ആണോ ചെലവാണോ എന്നുള്ള ആശയക്കുഴപ്പമുണ്ടായ സാഹചര്യത്തിൽ അതും മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യുമെന്നാണ് അറിയുന്നത്. ടെലിഫോൺ ലൈനിൽ ഇപ്പോൾ സലീം മാലിക്കുണ്ട്. പറയൂ സലീം. SKN ADGP MR അജിത് കുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസ് അത് വിജിലൻസ് അന്വേഷിക്കണം. അതുകൂടി പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് DGP മുഖ്യമന്ത്രിക്ക് മുന്നിൽ വെച്ച ശുപാർശ. ആ ശുപാർശയിൽ കഴിഞ്ഞ 6 ദിവസമായി നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിക്ക് തന്നെ തീരുമാനമെടുക്കാവുന്ന കാര്യമായിട്ട് പോലും ഇപ്പോഴും അത് തീരുമാനമെടുക്കാത്തതിൽ വലിയ വിമർശനം മുഖ്യമന്ത്രി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഓൺലൈനായി ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. മന്ത്രിസഭയുടെ തീരുമാനം കൂടി അറിഞ്ഞ ശേഷമാകും അതിൽ ഒരു അന്തിമ നടപടി മുഖ്യമന്ത്രി കൈക്കൊള്ളുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിജിലൻസ് അന്വേഷണം എന്നൊരു ആവശ്യം DGPയുടെ ശുപാർശ അംഗീകരിക്കുകയാണെങ്കിൽ ഒരേ സമയം തന്നെ പോലീസിന്റെയും ഒപ്പം തന്നെ മറ്റൊരു ഏജൻസിയുടെയും കൂടി അന്വേഷണം സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലന ചുമതലയുള്ള ഒരു ADGPക്കെതിരെ വരുന്നു എന്നുള്ളൊരു അസ്വാഭാവികത കൂടി ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ മറ്റ് പല കാര്യങ്ങളും, പ്രത്യേകിച്ചും ഈ ക്ഷേമ കമ്മിറ്റിയുടെ പശ്ചാത്തലത്തിലുള്ള ചില വിഷയങ്ങൾ ഉൾപ്പെടെ വരും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്.